ഹിറാ ഗുഹയിൽ നിന്നും ലഭിച്ച ആ ദിവ്യപ്രകാശം മക്കയിലെ ഇരുളടഞ്ഞ തെരുവുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു. വിഗ്രഹാരാധനയുടെയും അനാചാരങ്ങളുടെയും മധ്യത്തിൽ ആ ഏകദൈവ സന്ദേശം ഒരു രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടു. മക്കയിലെ പ്രമുഖർ അറിയാതെ വിശ്വസ്തരായ ആളുകളിലേക്ക് ആ സന്ദേശം എത്തിച്ചു കൊടുത്തു. ആദ്യമായി ഈ സത്യത്തെ പുൽകിയത് പ്രവാചകന്റെ തണലായി നിന്ന ഖദീജ ബീവിയായിരുന്നു. ഭർത്താവിന്റെ വാക്കുകളെ ഒരു സംശയമില്ലാതെ വിശ്വസിച്ച ഒരു മഹദി. പിന്നാലെ നബി തങ്ങളുടെ ആത്മമിത്രം സിദ്ദീഖുൽ അക്ബർ തങ്ങളും തന്റെ സർവസ്വവും അർപ്പിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പ്രായപൂർത്തിയാവാത്ത ബാലനായിരുന്നിട്ടും സത്യം തിരിച്ചറിഞ്ഞ അലി റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിൽ അടിമത്തം മറന്നുപോയ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവും ആ നിരയിലെ ആദ്യ കണ്ണികളായി. അർക്കം ഇബ്നു അബിൽ അർക്കമിന്റെ വീട് ഈ രഹസ്യ പ്രബോധനത്തിന്റെ വിദ്യാലയമായി മാറി. അവിടെ വെച്ച് അവർ ഒരു സംസ്കാരം പഠിച്ചു, സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സംസ്കാരം. ഓരോ രാത്രിയിലും ഓരോ വിശ്വാസികൾ അണിനിരന്നുകൊണ്ടേയിരുന്നു. മക്ക എന്ന അഗ്നിപർവ്വതത്തിന് മുകളിൽ വിടർന്ന ശാന്തിയുടെ പൂക്കളായിരുന്നു ആദ്യകാല വിശ്വാസികൾ.